ഞാൻ ഡിവിഷൻ പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിയിലെ ഡിവിഷൻ 22 കൗൺസിലറാണ് കാസ്മിക്കോയ. എൻ്റെ വാർഡിൽ ഈ 5 വർഷമായിട്ട് 5 വർഷ കാലയളവിൽ മറ്റുള്ള വാർഡിൽ നിന്നും വ്യത്യസ്തമായി ഒരു ഭൂമി അക്വസിഷൻ ചെയ്ത് ഏറ്റെടുക്കേണ്ട ഒരു വിഷയമുണ്ടാവുകയും എൻ്റെ ആദ്യത്തെ ഫണ്ട് ഈ ഭൂമി അക്വസിഷൻ ചെയ്യാനാണ് ഞാൻ വിനിയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് പരപ്പനങ്ങാടി 60 വർഷം ഭരിച്ചിരുന്ന മുസ്ലിം ലീഗ് ഭരിച്ചിരുന്ന പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിയിൽ ഇങ്ങനെ ഒരു ഫണ്ട് വെക്കാൻ അനുവദിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പരപ്പനങ്ങാടി മുനിസിപ്പൽ ആക്ട് പ്രകാരമുള്ള മുനിസിപ്പൽ ബുക്ക് 212 പേജിൽ അതിൻ്റെ നിയമാവസ്ഥകൾ കണ്ടുപിടിക്കുകയും ഞങ്ങൾ അത് ചെയർമാനെ ബോധ്യപ്പെടുത്തുകയും ഈ ഫണ്ട് അതിന് വിനിയോഗിക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. പിന്നീട് ഒരു സാഹചര്യത്തിൽ അവിടെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഫണ്ട് വെക്കാതെ തന്നെ ഭൂമി അവിടെ കണ്ടെത്തുകയും ഉണ്ടായി. അങ്ങനെ ആ ഫണ്ട് വീണ്ടും വക മാറ്റി വേറെ വെക്കുന്നതിനുള്ള തടസ്സങ്ങളൊക്കെ ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ അത് ടെൻഡർ പോയി തിരുവനന്തപുരത്ത് പോയി അങ്ങനെ വീണ്ടും വരുന്നതിനുള്ള കാലതാമസങ്ങൾ. അതിൻ്റെ ഇടയിൽ വന്ന ഫണ്ടുകളും നമ്മുടെ വാർഡിൽ വലിയ പ്രയാസമുണ്ടായിരുന്ന സ്ഥലം, ആ ഒരു സ്ഥലത്ത് മറ്റേ സിൻസിയർ നെല്ലിക്കപ്പറമ്പ് റോഡ്, ആ റോഡിന് വേണ്ടിയാണ് പിന്നീട് 3 വർഷത്തെ ഫണ്ട് വെക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പം 16 ലക്ഷം രൂപയുടെ ഫണ്ട് 3 ടെൻഡറുകളായിട്ട് 16 ലക്ഷം രൂപയുടെ ഫണ്ട് അതിന് ടെൻഡറായി എഗ്രിമെൻ്റൊക്കെ ചെയ്ത് വെച്ച് ഇപ്പോൾ പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിയുടെ ഒരു കാര്യസ്ഥ മൂലം ഈ ടെൻഡർ കൊടുക്കാനുമൊക്കെ താമസിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കരാറുകാർക്ക് അത് ഈ കാലയളവിൽ പണിയെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഏകദേശം ഒരു ഈ ഫണ്ടുകളൊക്കെ ഇപ്പോൾ ഈ കാലയളവിൽ തന്നെ പണി നടത്തുമെന്നാണ് അവർ ഉറപ്പ് തന്നിരുന്നത്. എന്തൊക്കെ കാരണവശാൽ ഇപ്പം ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതിന് ശേഷം ഏതായാലും ഈ ഫണ്ടുകളൊന്നും നഷ്ടപ്പെട്ടില്ല. ഈ 16 ലക്ഷം രൂപയുടെ ഫണ്ട് ഈ റോഡിന് വേണ്ടി നടത്താൻ സാധിക്കും. പിന്നീട് ഒരു റോഡ് 5 ലക്ഷം രൂപയുടെ സുകുമാർ റോഡ്, ചെറുമംഗലം റെയിൽവേ ഗേറ്റിൻ്റെ അടുത്തുള്ള റോഡ്, ഈ റോഡ് 5 ലക്ഷം രൂപയ്ക്ക് കരാറെടുത്ത് പിന്നെ കരാറുകാരൻ ആവശ്യപ്പെട്ടതിന് ശേഷം ഇത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി 2 ലക്ഷം രൂപ കൂടി വേണമെന്ന് പറയുകയും അങ്ങനെ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട് 2 ലക്ഷം രൂപയും കൂടി അനുവദിച്ച് 7 ലക്ഷം രൂപയുടെ വർക്ക് അവിടെ നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. ഇതുകൂടാതെ 10ഓളം ലൈഫ് വീടുകൾ സർക്കാരിൻ്റെ ഈ 2.5 വർഷമായി 9ാം VPR എന്ന VPR ഇറങ്ങിയിട്ടില്ല. 2.5 വർഷമാണ് അതിനുവേണ്ടി കിട്ടിയിട്ടുള്ളത്. ഈ 2.5 വർഷത്തിനുള്ളിൽ 10 വീടുകൾ ലൈഫ് പദ്ധതിയിൽ പാസ്സാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഓരോ വർഷവും 4 ചിലപ്പം 5 ആളുകൾക്ക് വീട് റിപ്പയറിന് 50,000 രൂപ, SC കുടുംബത്തിന് 1 ലക്ഷം രൂപ എന്നിങ്ങനെ പല വകുപ്പുകളുള്ള കാര്യങ്ങളും അതിൻ്റെ കൃത്യരൂപത്തിൽ ചെയ്ത് സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റി തന്നെ ഏറ്റവും കൂടുതൽ റിംഗ് കമ്പോസ്റ്റ് വിതരണം ചെയ്ത വാർഡ് ഡിവിഷൻ 22 എൻ്റെ വാർഡാണ് എന്ന് അഭിമാനപൂർവ്വം എനിക്ക് പറയാൻ സാധിക്കും. പിന്നെ കോഴി വിതരണമായാലും മറ്റുള്ള ഉപഭോക്താക്കൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എല്ലാവർക്കും അർഹതപ്പെട്ട ആളുകൾക്ക് രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എനിക്ക് വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളൊരു ആത്മതൃപ്തിയോടുകൂടിയാണ് ഞാൻ ഈ ഡിവിഷൻ 22 നിന്നും വിടവാങ്ങാൻ നിൽക്കുന്നത്. നല്ലൊരു സംതൃപ്തിയോട് കൂടിയിട്ടുള്ള ഒരു വിടവാങ്ങലാണ്. കൗൺസിലർ എന്ന എനിക്ക് എൻ്റെ മനസ്സിൽ സംതൃപ്തി കിട്ടിയ ഏറ്റവും വിഷയം എന്ന് പറഞ്ഞാൽ അർഹതപ്പെട്ട ആളുകൾക്ക് എനിക്ക് ആനുകൂല്യങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു പാർട്ടി ചിഹ്നത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച ഒരു വിജയിച്ച ഒരു മെമ്പറാണ്. എനിക്ക് നല്ല ആത്മതൃപ്തി നൽകുന്നത് പല അപേക്ഷകൾ വന്നാലും അത് അർഹതപ്പെട്ടതാണോ, മാർക്സിസ്റ്റ് പാർട്ടി ആണോന്നോ ലീഗ് ആണെന്നോ BJP ആണെന്നോ ഒന്നും ഞാൻ നോക്കാറില്ല. അർഹതപ്പെട്ട ആളുകളെ കണ്ടെത്തിയിട്ടാണ് ഞാൻ ചെയ്തു കൊടുത്തിട്ടുള്ളത് എന്ന ഒരു ആത്മതൃപ്തിയോട് നല്ല ഉണ്ട് എനിക്ക്. ഇതിൽ ഇപ്പം പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിയിൽ ഇപ്പം പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി അതുകൊണ്ട് പല മുനിസിപ്പാലിറ്റികളും ചെയ്ത ഒരു വലിയ കാര്യമാണ് ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്ക് ഭൂമി വീടും നൽകുക എന്നുള്ളത്. സർക്കാരിൻ്റെ പ്രത്യേക ഓർഡർ പ്രകാരം ഉള്ള ഒരു പദ്ധതിയാണത്. അത് ഈ പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിയിൽ ഇന്നേ വരെ ചെയ്തിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എൻ്റെ വാർഡിൽ ഭൂരഹിതരായിട്ടുള്ള ആളുകൾ കുറേ ആളുകൾ അപേക്ഷ കൊടുത്ത് കാത്തിരുന്നിട്ടും അവരെ പറ്റിക്കുക എന്നല്ലാതെ എനിക്ക് അത് ചെയ്തു കൊടുക്കാൻ കഴിയാത്ത ഒരു വിഷമം നല്ല രീതിയിലുണ്ട്. ഞാൻ ഇനി ഒരു മത്സരരംഗത്തേക്ക് ഇല്ല എന്ന് തീരുമാനിച്ചതാണ്. 2 തവണ മത്സരരംഗത്ത് വന്ന് ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റി ഡിവിഷൻ 25 എൻ്റെ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം എനിക്കവിടെ ഒരു സാഹചര്യത്തിൽ മത്സരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാനവിടെ
വർക്ക് ചെയ്യാൻ തുടങ്ങി. നോമിനേഷൻ ഇന്നലെ കൊടുത്ത് പിൻവലിക്കുകയൊക്കെ ചെയ്ത് ഇന്ന് മുതൽ അവിടെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഏകദേശം നല്ല അവിടുത്തെ ഒരു 85% ആളുകളും എന്നെ അറിയുന്ന ആളുകളാണ്. ഞാൻ വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ എൻ്റെ പേര് ഇങ്ങോട്ട് വിളിക്കുന്ന ഒരു വാർഡാണത്. അത് ലീഗിനും UDFനും നല്ല ആധിപത്യമുള്ള സ്ഥലമാണെങ്കിലും എനിക്ക് നല്ല പ്രതീക്ഷയോടെയാണ് ഞാനവിടെ നിൽക്കുന്നത്. വിജയം സുരക്ഷിതമാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്, ആത്മവിശ്വാസമുണ്ട്.